കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം തൊടുപുഴയിൽ സമാപിച്ചു. 10-ന് തൊടുപുഴയിൽ വെച്ച് നടന്ന KHRA ജില്ലാ സമ്മേളനത്തിൽ പഴയ ഭാരവാഹികളെ വീണ്ടും തിരഞ്ഞെടുത്തു. 3-ാം തവണ വീണ്ടും ജില്ലാ പ്രസിഡന്റായി MS അജിയെ തിരഞ്ഞെടുത്തതിൽ അദ്ദേഹം നന്ദി അറിയിക്കുകയും ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയെ ഏറ്റവും സമ്പുഷ്ടമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ വരുന്ന ഒരു വർഷക്കാലം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ ഇടുക്കി ജില്ലാ സമ്മേളനം 10-ാം തീയതി തൊടുപുഴയിൽ സമാപിച്ചു. KHRA ജില്ലാ സമ്മേളനത്തിൽ പഴയ ഭാരവാഹികളെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തു. 3-ാം തവണയും ജില്ലാ പ്രസിഡന്റായി MS അജിയെ തിരഞ്ഞെടുത്തതിൽ സന്തോഷവും നന്ദിയും അറിയിക്കുന്നതായി MS അജി പറഞ്ഞു. ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയെ ഏറ്റവും സമ്പുഷ്ടമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ഈ ഭരണസമിതി സംഘടിപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈജീനിക് ആക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശുദ്ധിയായ, ഏറ്റവും വൃത്തിയുള്ള ഭക്ഷണം, ഏറ്റവും രുചികരമായ ഭക്ഷണം നമ്മളുടെ സഞ്ചാരികൾക്കടക്കം നല്ല രീതിയിൽ സപ്ലൈ ചെയ്യുക. അതിനു വേണ്ടുള്ള എല്ലാ സർവീസും, ഏറ്റവും നല്ല സർവീസ് കൊടുക്കുക. ആ സർവീസ് കൊടുക്കുവാൻ നമ്മുടെ അംഗങ്ങളെ പ്രാപ്തരാക്കുക. അതിനുവേണ്ടിയുള്ള ട്രെയിനിങ്ങുകൾ കൊടുക്കുക. അതുപോലെ തന്നെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ട്രെയിനിങ് കൊടുക്കുക. അങ്ങനെ ഏറ്റവും നല്ല രീതിയിൽ ഈ ഹോട്ടൽ മേഖലയെ, ഹോട്ടൽ ബേക്കറി മേഖലയെ, ഭക്ഷണ ഉൽപ്പാദന വിതരണ മേഖലയെ ഏറ്റവും സമ്പുഷ്ടമാക്കുക, ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇടുക്കി ജില്ലയിൽ മാതൃകയാക്കാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുക എന്നുള്ളതാണ് ഈ ഭരണസമിതിയുടെ ഇനിയുള്ള ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ. പ്രധാനമായും ടൂറിസത്തിനും കൂടി മുൻതൂക്കം നൽകുന്ന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നതിനാണ് സംഘടന ഉദ്ദേശിക്കുന്നതെന്നും ഏറ്റവും പ്രധാനപ്പെട്ട ശുചിയും രുചികരവുമായ ഭക്ഷണം സഞ്ചാരികൾക്ക് പ്രദാനം ചെയ്യുകയും നല്ല സേവനം നൽകുവാൻ സംഘടനയിലെ അംഗങ്ങളെ പ്രാപ്തരാക്കുക, അതിനായി അവർക്ക് പരിശീലനം നൽകുക, വിവിധ വകുപ്പുകൾക്ക് പരിശീലനം നൽകുക തുടങ്ങിയ വിവിധ പ്രവർത്തനങ്ങൾ ഭരണസമിതി ഉദ്ദേശിക്കുന്നതായും MS അജി പറഞ്ഞു. ഭക്ഷണ ഉൽപാദന വിതരണ മേഖലയെ ഏറ്റവും സമ്പുഷ്ടമാക്കുന്നതിനും ജില്ലയിൽ മാതൃകയാക്കത്തക്ക പ്രവർത്തനങ്ങൾ കാഴ്ചവയ്ക്കുക എന്നതാണ് ഈ ഭരണസമിതിയുടെ ഇനിയുള്ള ഒരു വർഷക്കാലത്തെ പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, അടിമാലി.